So many people don't pray at all. നിരവധി ആളുകൾ പ്രാർത്ഥിക്കുന്നത് പോലുമില്ല. Some people open the Bible, whatever comes there, they read it and just say, "Thank you, Jesus. I give my life in your hands." That's all. That's a prayer they ചിലർ have. വേദപുസ്തകം തുറക്കുന്നു, അപ്പോൾ കാണുന്ന വാക്യം വായിക്കുന്നു, പിന്നെ പറയുന്നു, യേശുവേ നന്ദി, ഞാൻ എൻ്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടുകൂടി അവരുടെ പ്രാർത്ഥന No, അവസാനിക്കുന്നു. my friends, prayer means pouring your heart before the Lord. സ്നേഹിതന്മാരെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പ്രാർത്ഥന എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ ദൈവസന്നിധിയിൽ പകരുക എന്നതാണ് അതിന്റെ അർത്ഥം. If we have received any blessing from the Lord, we have to thank Him from the bottom of our heart. ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് ദൈവത്തോട് നന്ദി പറയണം. My precious children of God, I welcome all of you to this program and I greet each one of you in the mighty name of our Lord and Savior Jesus Christ. എൻ്റെ വിലയേറിയ ദൈവമക്കളെ, ഈ പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വല്ലഭത്വമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹാശംസകൾ. Today we are going to meditate about an important thing in our life. ഇന്ന് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുവാൻ പോകുകയാണ്. For that we have to read Matthew chapter 6 verse 33. അതിനുവേണ്ടി മത്തായി 6:33 കാണുന്ന വാക്യം നമ്മൾ വായിക്കേണ്ടത് ആവശ്യമാണ്. It's a beautiful verse, my precious children of God. എൻ്റെ വിലയേറിയ ദൈവമക്കളെ, ഇത് വളരെ മനോഹരമായ ഒരു വചനമാണ്. It says, "Seek ye first the kingdom of God and His righteousness, and all these things shall be added unto you." ആ വാക്യം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. In our lives, every one of us, even small children, had to seek God first in their lives. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും, കൊച്ചുകുട്ടികൾ പോലും മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. In the same way, there is another promise of God in Psalm 34 verse 10. It says, "Those who seek the Lord shall not lack any good thing." ഇതുപോലെ സങ്കീർത്തനം 34:10 മറ്റൊരു ദൈവിക വാഗ്ദത്തം നമുക്ക് കാണാം. ആ വാഗ്ദത്തം പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. My precious friends, how much time you spend in seeking the Lord in your own life? എൻ്റെ വിലയേറിയ സ്നേഹിതന്മാരെ, നിങ്ങൾ ജീവിതത്തിൽ എത്ര നേരം ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്നുണ്ട്? And what time you are seeking the Lord? ഏത് സമയത്താണ് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നത്? So many people don't pray at all. നിരവധി ആളുകൾ പ്രാർത്ഥിക്കുന്നത് പോലുമില്ല. Some people open the Bible, whatever comes there, they read it and just say, "Thank you, Jesus. I give my life in your hands." That's all. That's a prayer ചിലർ they have. വേദപുസ്തകം തുറക്കുന്നു, അപ്പോൾ കാണുന്ന വാക്യം വായിക്കുന്നു, പിന്നെ പറയുന്നു, യേശുവേ നന്ദി, ഞാൻ എൻ്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടുകൂടി അവരുടെ പ്രാർത്ഥന അവസാനിക്കുന്നു. No, my friends, prayer means pouring your heart before the Lord. സ്നേഹിതന്മാരെ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പ്രാർത്ഥന എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ ദൈവസന്നിധിയിൽ പകരുക എന്നതാണ് അതിന്റെ അർത്ഥം. If we have received any blessing from the Lord, we have to thank Him from the bottom of our heart. ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് ദൈവത്തോട് നന്ദി പറയണം. That's what David says in Psalm 34:1. All the time, for whatever good things you have received from the Lord, you have to thank Him. സങ്കീർത്തനം 34:1 ദാവീദ് അതാണ് പറയുന്നത്. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് എന്ത് നന്മകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ എല്ലായ്പ്പോഴും അതോർത്ത് ദൈവത്തോട് നന്ദി പറയണം. And if you need anything, we have to just tell the Lord whatever we need or whatever problem we are going through. We have to seek the Lord and to be blessed by Him. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തണം. ദൈവത്താൽ അനുഗ്രഹീതരാകണം. My friends, analyze our lives. എൻ്റെ സ്നേഹിതന്മാരെ, നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കാം. At what time we are seeking the Lord? നമ്മൾ എപ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? How many times we seek the Lord?
ദിവസത്തിൽ എത്ര തവണ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്? And let us analyze our lives and let us come closer to the Lord by seeking Him with all our നമുക്ക് heart. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കാം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തോട് അടുത്തു ചെല്ലാം. So we have to seek in the morning, in the noon time and in the evening. അതുകൊണ്ട് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. Every day, whenever there is a time or in the mind you think about Jesus, you can speak to Him. എല്ലാ ദിവസവും സമയം കിട്ടുമ്പോഴെല്ലാം അല്ലെങ്കിൽ മനസ്സിൽ യേശുവിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് യേശുവിനോട് സംസാരിക്കുവാൻ കഴിയും. God taught me about this prayer when I was a young girl. ഞാൻ ഒരു ചെറിയ പെൺകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ദൈവം ഈ പ്രാർത്ഥന എന്നെ പഠിപ്പിച്ചു. Because of that, I am blessed in my life. അക്കാരണത്താൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചു. My friends, let us continue to see how we can seek Him and how we can be blessed by the Lord. എൻ്റെ സ്നേഹിതന്മാരെ, തുടർന്നും നമുക്ക് എങ്ങനെ ദൈവത്തെ അന്വേഷിക്കാം, ദൈവത്താൽ അനുഗ്രഹീതരാകാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. My friends, we have to seek God with all our heart, with all our mind. Do you know how we can seek Him like that? എൻ്റെ സ്നേഹിതന്മാരെ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. അതെങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? We see in the Bible, David sought the Lord in the morning, in the noontime and in the night. ദാവീദ് രാവിലെയും മധ്യാഹ്നത്തും വൈകിട്ടും ദൈവത്തെ അന്വേഷിച്ചതായി വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. That's what we read in Psalm 55 verses 17 and 18. സങ്കീർത്തനം 55 17-18 വാക്യങ്ങളിൽ നമ്മൾ അതാണ് കാണുന്നത്. As for me, I will call upon God evening and morning, and at noon I will pray and cry aloud, and He shall hear my voice. He has redeemed my soul in peace, and lots of blessings He has received. That's what He mentions ഞാൻ there. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. When you seek Him with all your heart, what will happen? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? If you read Psalm 34 verse 10, we see there, those who seek the Lord shall not lack any good thing. നിങ്ങൾ സങ്കീർത്തനം 34 വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ കാണുന്നു: യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. Whatever blessing you need, my children of God, you have to pour out your heart and seek the Lord and tell Him your need. ദൈവമക്കളെ, നിങ്ങൾക്ക് എന്ത് അനുഗ്രഹം ആവശ്യമുണ്ടെങ്കിലും ഹൃദയവിചാരങ്ങൾ ദൈവസന്നിധിയിൽ പകർന്ന് ദൈവത്തെ അന്വേഷിച്ച് നിങ്ങളുടെ ആവശ്യം ദൈവത്തോട് പറയണം. By speaking to the Lord, you can have a close communion with Him. ദൈവത്തോട് സംസാരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദൈവവുമായി ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കാനാകും. And in Mark 11:24 we read, whatever things you ask when you pray, believe. That's very good. That's you have to see very carefully. Believe that you receive them and you will have them. മർക്കോസ് 11:24 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. അത് നിങ്ങൾ വിശ്വസിക്കണം, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. Jesus Himself prayed unto His Father, and it's a model to all of us. യേശു തന്നെ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തമ മാതൃകയാണ്. 1 Peter chapter 2 verse 21 says, we have to follow the footsteps of Jesus Christ. 1 പത്രോസ് 2:21 വാക്യം പറയുന്നു, നമ്മൾ ക്രിസ്തുവിന്റെ കാൽച്ചുവട് പിന്തുടരണം. Read carefully how He sought the Lord God Almighty. കർത്താവ് സർവശക്തനായ ദൈവത്തെ എങ്ങനെയാണ് അന്വേഷിച്ചത്, അതിനെക്കുറിച്ച് ശ്രദ്ധയോടെ വായിക്കുവിൻ. If you read Mark chapter 1 verse 35, in the morning before daylight, Lord Jesus went to a solitary place and prayed unto His Father. മർക്കോസ് 1:35 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അതികാലത്ത് ഇരുട്ടോടെ യേശു എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. And Luke 6:12 it says he went out to the mountain to pray all night before God. ലൂക്കോസ് 6:12 പറയുന്നു, ആ കാലത്ത് യേശു പ്രാർത്ഥിക്കേണ്ടതിനെ ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു.
And in another place we see that he sought the Lord in the evening. മറ്റൊരു സ്ഥലത്ത് വൈകുന്നേരമായപ്പോൾ യേശു ദൈവത്തെ അന്വേഷിച്ചത് നമ്മൾ കാണുന്നു. So there is no particular time to seek the Lord. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നതിന് ഒരു പ്രത്യേക സമയമുണ്ടെന്ന് പറയുവാൻ സാധിക്കില്ല. You have to seek him in the morning, afternoon and night. Whenever you have an opportunity, you can talk to the Lord. നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും രാത്രിയിലും ദൈവത്തോട് സംസാരിക്കാം. Then only we will have a close communion with him. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തുവാൻ സാധിക്കൂ. If we read the life of David, we read in Psalm 55 verses 16 and 17 like this. ദാവീദിന്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സങ്കീർത്തനം 55ന്റെ 16-17 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. As for me, I will call upon God evening and morning and at noon. That's what we read in the Bible. ഞാനോ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും എന്നിങ്ങനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. I'll pray and cry aloud and he shall hear my voice. ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് ഉച്ചത്തിൽ ദൈവത്തോട് നിലവിളിക്കും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. So we also can have a close communion with the Lord by seeking him early in the morning, noontime and night time, whenever we have an opportunity to seek him and to pray unto him. അതുകൊണ്ട് അതിരാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ദൈവത്തെ അന്വേഷിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയം ലഭിക്കുമ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കും ദൈവത്തോട് അടുത്ത ബന്ധം സ്ഥാപിക്കാനാകും. Whenever there is a problem, he is the one who can bring you out of all the problem. So you have to seek him that time carefully. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിക്കണം. 2 Thessalonians chapter 3 verse 3 says, "The Lord is faithful, who will establish you and guard you from the evil one." 2 തെസ്സലോനിക്കർ 3ന്റെ 3-ാം വാക്യം പറയുന്നു, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. Daniel was a man of God. ദാനിയേൽ ഒരു ദൈവ മനുഷ്യനായിരുന്നു. The king wanted to give him the first place in his kingdom. രാജാവ് തന്റെ രാജ്യത്തിൽ അവന് പ്രഥമ സ്ഥാനം നൽകുവാൻ ആഗ്രഹിച്ചു. But there were some enemies. They wanted to do something wrong to him. ദാനിയേലിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു. അവർ അവനോട് എതിർത്ത് അവനെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. The king wanted to keep him in the first place. രാജാവ് അവനെ പ്രഥമസ്ഥാനം നൽകുവാൻ ആഗ്രഹിച്ചു. But they were Babylonians and they never wanted Daniel to come to the first place. എന്നാൽ ദാനിയേൽ ഒരിക്കലും പ്രഥമസ്ഥാനം കരസ്ഥമാക്കരുതെന്ന് ബാബേൽ നിവാസികളായ അവർ They are ആഗ്രഹിച്ചിരുന്നു. waiting for a chance. അവർ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. And there was a chance that Daniel was a prayerful man. അവർക്കൊരു അവസരം ലഭിച്ചു. ദാനിയേൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. They were waiting for an opportunity, and when he was praying with all his heart towards the Lord, they caught him red-handed. അവർ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ദാനിയേൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ദാനിയേലിനെ പിടികൂടി. How Daniel prayed? ദാനിയേൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? If you read Daniel chapter 6 verse 10, it says he was a man of God and he sought the Lord 3 times a day. ദാനിയേൽ 6ന്റെ 10-ാം വാക്യം പറയുന്നു, ദാനിയേൽ ഒരു ദൈവ മനുഷ്യനായിരുന്നു. അവൻ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. Even though he knew that the enemies are trying to catch him through something, when he gives importance more than the king. താൻ രാജാവിനേക്കാൾ അധികം ദൈവത്തിന് പ്രാധാന്യം നൽകിയാൽ ശത്രുക്കൾ തന്നെ പിടികൂടും. അതിനവർ അവസരം കാത്തിരിക്കുകയാണെന്ന് അവൻ അറിയാമായിരുന്നു. He loved the Lord God Almighty. അവൻ സർവശക്തനായ ദൈവത്തെ അത്യധികം സ്നേഹിച്ചിരുന്നു. Every day 3 times a day he was praying unto the ദിനം Lord. പ്രതി 3 പ്രാവശ്യം അവൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. So even though the enemies were planning all those things, he knew everything, and with all that he prayed sincerely as he was doing every time. ശത്രുക്കൾ തന്നെ പിടികൂടുവാൻ കാത്തിരിക്കുകയാണെന്ന് ദാനിയേലിന് അറിയാമായിരുന്നു. എന്നിട്ടും അവൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 തവണ മുട്ടുകുത്തി തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. He knelt down and looked to the Lord. അവൻ മുട്ടുകുത്തി ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തി And spoke to the Lord. അവൻ ദൈവത്തോട് സംസാരിച്ചു. As per his custom, he followed it carefully.
അവൻ പതിവ് പോലെ വളരെ ശ്രദ്ധയോടെ അത് ചെയ്തു So പോന്നു. the enemies thought this is the time to catch him, and they told the king that he is worshipping somebody more അതുകൊണ്ട് than the ദാനിയേലിനെ king. പിടികൂടുവാൻ ഇത് അനുയോജ്യമായ അവസരമാണെന്ന് ശത്രുക്കൾക്ക് മനസ്സിലായി. അവർ രാജാവിനോട് പറഞ്ഞു, അങ്ങയേക്കാൾ അധികം അവൻ മറ്റൊരാളെ ആരാധിക്കുന്നു. As per the decree, the Daniel has to be put in the lion's den. തൽഫലമായി രാജകൽപ്പന അനുസരിച്ച് അവർക്ക് ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ ഇടാമായിരുന്നു. Daniel knew all those things. അതെല്ലാം ദാനിയേലിന് നല്ലവണ്ണം അറിയാമായിരുന്നു. See how he was so careful to pray even though he knew all those things. നോക്കൂ, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും എത്ര ശ്രദ്ധയോടെയാണ് ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. The Lord was with him. കർത്താവ് അവനോടൊപ്പം ഉണ്ടായിരുന്നു. When they put him in the lion's den, according to the decree, the lions could not do anything. രാജകൽപ്പനയനുസരിച്ച് അവർ ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ സിംഹങ്ങൾക്ക് അവനെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. Oh, the lions could not do anything harm to him. സിംഹങ്ങൾക്ക് അവനെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. Hallelujah. ഹല്ലേലൂയ. Same thing the Lord will do to you, my friends. അതേ കാര്യം തന്നെ സ്നേഹിതന്മാരെ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യും. When you are careful to follow the Lord and cry unto the Lord and cling on to the Lord in prayer, the Lord will be careful not to allow any harm to you. നിങ്ങൾ അതീവ ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദൈവത്തോട് പറ്റിച്ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാപത്തും ഉണ്ടാകില്ല. ദൈവം അത് അനുവദിക്കില്ല. In the same way, you also cling on to him tightly. അതുപോലെ തന്നെ നിങ്ങളും ദൈവത്തോട് പറ്റിച്ചേരുവിൻ. No enemy could do anything against you. ഒരു ശത്രുവിനും നിങ്ങൾക്കെതിരായി യാതൊന്നും ചെയ്യുവാൻ കഴിയില്ല. You will be covered by the presence of God all the ദൈവം time. എല്ലായ്പ്പോഴും നിങ്ങളെ തന്റെ സാന്നിധ്യത്തിൻ മറവിൽ കാത്തു സൂക്ഷിക്കും. Let us change our thinking. നമുക്ക് നമ്മുടെ ചിന്താശൈലിയിൽ മാറ്റം വരുത്താം. As many times as possible, cling on to God and pray unto the Lord, especially when you go through trials and നിങ്ങൾക്ക് temptation. കഴിയുന്നത് പോലെ പരമാവധി ദൈവത്തോട് പറ്റിച്ചേരുവിൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ. പ്രത്യേകിച്ച് നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നു To പോകുമ്പോൾ get up early in the morning അതിരാവിലെ എഴുന്നേൽക്കുന്നതിനെ, and pray unto the Lord, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെ, and at the noon time, ഉച്ചയ്ക്കും and in the evening, വൈകുന്നേരത്തും and also in the night time. അതുപോലെ രാത്രി സമയങ്ങളിലും. What a precious God we have. നമ്മുടെ ദൈവം എത്ര വിലയേറിയവനാണ്. You will be under his protection all the നിങ്ങൾ time. എപ്പോഴും ദൈവിക സംരക്ഷണത്തിന് കീഴിലായിരിക്കും. നിങ്ങൾ തൊഴിൽ രഹിതരാണോ? നിങ്ങളുടെ ജോലിയിൽ വളർച്ചയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആവശ്യത്തിന് സമ്പാദിച്ചിട്ടും കടക്കണിയിലാണോ നിങ്ങൾ എല്ലാവർക്കും ഒരു സുവാർത്ത. യേശു വിളിക്കുന്നു ശുശ്രൂഷ തൊഴിൽ അനുഗ്രഹ പദ്ധതി തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഈ ദൗത്യത്തിൽ ചേരുകയും കഷ്ടപ്പെടുന്ന മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ദൈവത്തിന്റെ മാർഗനിർദ്ദേശം നല്ല ഫലങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.jesuscalls.org എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുവിൻ. അല്ലെങ്കിൽ 044-2345-6677 എന്ന നമ്പറിൽ വിളിക്കുവിൻ.